എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡത്തിലെ 45-ാമത്തെ സർഗത്തിൽ 36 മുതൽ 40 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. കഴിഞ്ഞ ദിവസം നമ്മൾ നോക്കിയ കഥ പാലാഴി മഥനമായിരുന്നു. പാലാഴി കടയുന്നതിനിടയ്ക്ക് മന്ദരപർവ്വതം താണുപോയി ഭഗവാൻ കമഠമൂർത്തിയായിട്ട് അവതരിച്ച കഥ പറഞ്ഞു. അത് കഴിഞ്ഞ് ഭഗവാൻ തന്നെ മന്ദരപർവ്വതത്തെ ഒറ്റയ്ക്ക് ആ പാലാഴിയിലിട്ട് കടഞ്ഞു. അതിനുശേഷം ദേവന്മാരും അസുരന്മാരും കൂടി കടഞ്ഞപ്പോൾ അവിടെ നിന്ന് അപ്സരസുണ്ടായി. അതുപോലെ അവരുടെ സഖിമാരായിട്ട് കുറേ പേരുണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ടാണ് കഥ നിർത്തിയത്. ഇനിയും പല സാധനങ്ങളും ഉണ്ടാവുന്നുണ്ട്. നമ്മൾ പഠിക്കുന്നതായ പാഠത്തിൽ അങ്ങനെ കുറേ അധികം വസ്തുവകകൾ ഉണ്ടാവുന്നതായിട്ട് വർണ്ണിച്ചിട്ടില്ല. പാഠഭേദങ്ങളുണ്ട്. അവിടെയൊക്കെ പലതും ഉണ്ടായി വരണ കഥകൾ വർണ്ണിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് നോക്കാം അടുത്തതായിട്ട് ആരാണ് ഉണ്ടായി വരണതെന്ന്. 36-ാമത്തെ ശ്ലോകം നോക്കാം. വരുണസ്യ തതഃ കന്യാ വാരുണീ രഘുനന്ദന ഉത്പപാത മഹാഭാഗ മാർഗമാണ പരിഗ്രഹം. അപ്സരസുകളുടെ സഖിമാരും ഒക്കെ ഉണ്ടായതിനു ശേഷം പിന്നെ വന്നത് വരുണസ്യ കന്യാ വാരുണി. അല്ലയോ രഘുനന്ദന, അല്ലയോ ശ്രീരാമ, ഈ അപ്സരസുകൾക്ക് ശേഷം വരുണദേവന്റെ പുത്രിയായിട്ടുള്ള വാരുണി, അതാണ് വരുണസ്യ കന്യാ വാരുണി എന്ന് പറഞ്ഞത്. ആ വാരുണിയാണ് പിന്നീട് സമുദ്രത്തിൽ നിന്ന്, പാലാഴിയിൽ നിന്ന് പുറത്തേക്ക് വന്നത്. ഉത്പപാത മഹാഭാഗ. ഉത്പപാത വെച്ചാൽ മുകളിലേക്ക് ഉയർന്നു വരികയാണ്. അത് കടലാവുമ്പോൾ താഴത്തു നിന്ന് ഉയർന്നു വരികയാണല്ലോ, അതുകൊണ്ടാണ് ഉത്പപാത എന്ന് പറയുന്നത്. ചാടുക എന്നുള്ള അർത്ഥം, മുകളിലേക്ക് ചാടുക എന്നുള്ള അർത്ഥമൊന്നും അവിടെ വരുന്നില്ല. ഉയർന്നു പൊന്തി വരിക എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ വാരുണി പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും, കന്യകയാണ്, ചെറുപ്പക്കാരത്തിയാണ്. മഹാഭാഗ എന്ന് പറഞ്ഞാൽ നല്ല സുന്ദരിയാണ്, അതിശ്രേഷ്ഠയാണ്, കഴിവുള്ളവളാണ്. ആ വാരുണിയുടെ ഭാവം എന്തായിരുന്നു? പരിഗ്രഹം മാർഗമാണ് സാ ഉത്പപാത. അവൾ പരിഗ്രഹം ആഗ്രഹിച്ചുകൊണ്ടാണ്. പരിഗ്രഹം എന്ന് പറഞ്ഞാൽ തന്നെ ആരെങ്കിലും സ്വീകരിക്കണം, തന്നെ ആരെങ്കിലും വിവാഹം കഴിക്കണം എന്നുള്ള മോഹത്തോടു കൂടിയിട്ടാണ് സമുദ്രത്തിൽ നിന്ന് പൊന്തി വന്നത്. അതാണ് ഇവിടെ പറഞ്ഞത്. പരിഗ്രഹം മാർഗമാണെന്ന് വെച്ചാൽ അന്വേഷിക്കുന്നവളായിട്ട്, തന്നെ ആരെങ്കിലും സ്വീകരിക്കുന്നത് അന്വേഷിച്ചുകൊണ്ട് അവൾ വാരുണി ആ സമുദ്രത്തിൽ നിന്നും പുറത്തേക്ക് വന്നു. അപ്പോൾ എന്താ ഉണ്ടായത്? 37-ാമത്തെ ശ്ലോകം നോക്കാം. ദിതേ പുത്രാനതാം രാമ ജഗൃഹുർവരുണാത്മജാം അതിതേസ്തു സുതാവീര ജഗൃഹുസ്താമനിന്ദിതാം. ദിതേഹേ പുത്രാഹ. കാശ്യപന്റെ ഭാര്യയായിട്ടുള്ള ദിതിയിൽ ജനിച്ച പുത്രന്മാര് ദൈത്യന്മാര്. ആ ദൈത്യന്മാരെന്ത് ചെയ്തു? താം ന ജഗൃഹു. അവളെ സ്വീകരിച്ചില്ല. ആരെ? വരുണാത്മജാം. വരുണന്റെ പുത്രിയായിട്ടുള്ള വാരുണിയെ ദിതിയുടെ പുത്രന്മാരായിട്ടുള്ള ദൈത്യന്മാര് സ്വീകരിച്ചില്ല. പത്നിയായിട്ടെന്നല്ല, അവരുടെ കൂട്ടത്തിലേക്ക് തന്നെ കൂട്ടിയില്ല. ന ജഗൃഹു. എന്നാൽ അതിതേസ്തു സുതാഹ വീര, അല്ലയോ വീര, അല്ലയോ രഘുനന്ദന ശ്രീരാമ, അതിഥേഹേ സുതാഹ. അതിഥിയുടെ, കാശ്യപ പ്രജാപതിയുടെ മറ്റൊരു പത്നിയാണ് അതിഥി. അതിഥിയുടെ പുത്രന്മാര്, ബഹുവചനാണ്, സുതാഹ എന്ന് ബഹുവചനാണ്. അവരെന്ത് ചെയ്തു? അനിന്ദിതാം താം ജഗൃഹു. അനിന്ദിതയായ, നിന്ദിത എന്ന് പറഞ്ഞാല് ഒന്നിനും കൊള്ളാത്ത, ഒരു കഴിവുമില്ലാത്ത, ആരാലും ബഹുമാനിക്കപ്പെടാത്ത. അനിന്ദിത എന്ന് പറഞ്ഞാൽ അതിന്റെ വിപരീതം. എല്ലാവർക്കും ആരാധ്യയായിട്ടുള്ള, എല്ലാവർക്കും ബഹുമാനമുള്ള, അങ്ങനെയുള്ള ആ വാരുണിയെ അതിഥിയുടെ പുത്രന്മാര്, ആദിത്യന്മാര്, അല്ലെങ്കിൽ സുരന്മാര്, ദേവന്മാര് അവളെ സ്വീകരിച്ചു. അതിനുശേഷം പിന്നെന്താണ് ഉണ്ടായത്? അതാണ് 38-ാമത്തെ ശ്ലോകത്തിൽ പറയണത്. അസുരാസ്തേന ദൈതേയാഹ സുരാസ്തേനാദിതേ സുതാഹ ഹൃഷ്ടാഹ പ്രമുദിതാശ്ചാസൻ വാരുണീ ഗ്രഹണാത് സുരാഹ. ഈ വാരുണിയെ കിട്ടിയത് കൊണ്ട് ഓരോരുത്തർക്കും ഓരോ പേര് വന്ന കഥയാണ് ഇവിടെ പറയണത്. തേന അസുരാഹ. അതായത് ഈ വാരുണിയെ സ്വീകരിച്ചത് ദേവന്മാരാണല്ലോ, അതുകൊണ്ട് അസുരന്മാര് എന്ന് ദിതിയുടെ പുത്രന്മാര് അറിയപ്പെട്ടു.
എന്നാൽ അതിഥിയുടെ പുത്രന്മാര് സുരന്മാര് എന്നും അറിയപ്പെട്ടു. അതിഥേഹേ സുതാഹ സുരാഹ. അതിന്റെ അർത്ഥം ഇതാണ്. സുര എന്ന് പറഞ്ഞ വാക്കിന് മദ്യം എന്നാണ് അർത്ഥം. അപ്പോൾ വാരുണി എന്നുള്ള ആ വാക്കിനും മദ്യം എന്ന് തന്നെയാണ് അർത്ഥം. വാരുണീ മദവിഹ്വല. അങ്ങനെ ലളിതാ സഹസ്രനാമത്തിൽ ദേവിയെ പറ്റി പറയുമ്പോൾ ദേവിയുടെ ഒരു പേരാണ്. മദ്യപാനമൊക്കെ നടത്തി അതിൻ്റെ ആ വിഹ്വലതയോടുകൂടി അതിൻ്റെ ഉന്മത്തതയോടുകൂടി ഇരിക്കുന്നവളാണ് ദേവി എന്നുള്ള അർത്ഥത്തിലാണ് വാരുണീ മദവിഹ്വല എന്ന് പറയണത്. വാരുണീ മതം കൊണ്ട് വിഹ്വലയായവൾ. അപ്പോൾ ഇവിടെ വാരുണിയെ സ്വീകരിച്ചത് ദേവന്മാരാണല്ലോ, അതിഥിയുടെ പുത്രന്മാര്. വാരുണിയുടെ പര്യായമാണ് സുര എന്ന വാക്ക്. സുരാപാനം, മർക്കടസ്യ സുരാപാനം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വരികൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ സുര എന്ന് പറഞ്ഞാലും മദ്യമാണ്. അപ്പോൾ ആ സുരയെ സ്വീകരിച്ചത് കൊണ്ട് ദേവന്മാർക്ക് അല്ലെങ്കിൽ അതിഥിയുടെ പുത്രന്മാർക്ക് സുരാഹ എന്ന് പേര് വന്നു. വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു കണ്ടെത്തൽ. ഇങ്ങനെയാണ് ദേവന്മാർക്ക് സുരന്മാരെന്ന പേര് കിട്ടിയതെന്ന് രാമായണത്തിൽ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഇവിടെ പറയുന്നുണ്ട്. ഭാഗവതം എടുത്തു നോക്കിയാൽ വാരുണിയെ സ്വീകരിച്ചത് ദേവന്മാരല്ല, അസുരന്മാരാണ്. അങ്ങനെ കഥാഭേദങ്ങളൊക്കെ കുറേശ്ശെ വരുന്നുണ്ട്. ഇവിടെ അങ്ങനെ തന്നെ പറയണമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ദേവന്മാർക്ക് സുരന്മാർ എന്ന പേര് വന്നതിന് ഈ സുരയാണ് കാരണം. സുരയെ സ്വീകരിച്ചില്ല എന്നുള്ളത് കൊണ്ട് ദൈതേയന്മാർക്ക്, ദിതിയുടെ പുത്രന്മാർക്ക് അസുരാഹ, സുരയില്ലാത്തവര് എന്നുള്ള അർത്ഥത്തിൽ അസുരന്മാര് എന്നും പേര് കിട്ടി. സുരന്മാരല്ലാത്തവർ അസുരന്മാര്, വിപരീതാർത്ഥം കിട്ടിയെന്നർത്ഥം. അങ്ങനെ ഈ ദേവന്മാരാകട്ടെ വാരുണീപാനം കൊണ്ട് വാരുണിയെ കിട്ടിയത് കൊണ്ട് എന്തായി? ഹൃഷ്ടാഹ പ്രമുദിതാശ്ചാസൻ വാരുണീ ഗ്രഹണാത് സുരാഹ. സുരാഹ ദേവന്മാര് വാരുണീ ഗ്രഹണാത്, വാരുണിയെ കിട്ടിയത് കൊണ്ട് അല്ലെങ്കിൽ മദ്യപാനം കൊണ്ട് എന്നും അർത്ഥം എടുക്കാം. അവരെന്തായി തീർന്നു? ഹൃഷ്ടാഹ പ്രമുദിതാഹ ച ആസൻ. അവര് ഈ പറഞ്ഞതുപോലെ മതോന്മത്തരായി ആഹ്ലാദത്തിമർപ്പ് കൊണ്ട് ഉത്സാഹഭരിതരായി. അതാണ് അവിടെ പറയണത്. ഹൃഷ്ടാഹ പ്രമുദിതാഹ ച ആസൻ. അവരാകെ നിയന്ത്രണം വിട്ടമട്ടായി. സുരാപാനം കൊണ്ട് ഇതൊക്കെ സംഭവിക്കുന്നുണ്ടല്ലോ. നമ്മൾ ചുറ്റുപാടുള്ള ആൾക്കാരെ കണ്ടാൽ തന്നെ അറിയാം, സാധാരണക്കാരുടെ ഭാവങ്ങളൊന്നുമല്ല സുരാപാനം നടത്തിയവർക്ക്. ആ ഭാവം അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലായി തീർന്നു ദേവന്മാരൊക്കെ തന്നെ. അങ്ങനെ വാരുണിയുടെ കാര്യം കഴിഞ്ഞു. അതിനുശേഷം എന്താണ് ഉണ്ടാവണത്? അതാണ് 39ാമത്തെ ശ്ലോകത്തിൽ പറയണത്. ഉച്ചൈശ്രവാഹയ ശ്രേഷ്ഠോ മണിരത്നം ച കൗസ്തുഭം ഉദതിഷ്ഠന്നരശ്രേഷ്ഠ തഥൈവാമൃതമുത്തമം. അതിനുശേഷം വാരുണിക്ക് ശേഷം സമുദ്രത്തിൽ നിന്നുണ്ടായതെന്താണെന്നോ? ഉച്ചൈശ്രവാഹ ഹയശ്രേഷ്ഠ. ഉച്ചൈശ്രവസ് എന്നു പേരുള്ള ഒരു ശ്രേഷ്ഠനായിട്ടുള്ള കുതിരയാണ് ഉണ്ടായത്. ഉച്ചൈശ്രവസ് എന്ന പേര് തന്നെ നല്ല ഉയർന്ന, എല്ലാവരും കേൾക്കെയുള്ള, ശ്രവസ് എന്ന് പറഞ്ഞാൽ ചെവി എന്നർത്ഥമുണ്ട്, അല്ലെങ്കിൽ കീർത്തി എന്നർത്ഥമുണ്ട്, അല്ലെങ്കിൽ കേൾക്കുക എന്നർത്ഥമുണ്ട്. അങ്ങനെ അപ്പോൾ ഒരു കുതിരയാകുമ്പോൾ നല്ല ലക്ഷണമൊത്ത കുതിര, നല്ല ചെവികളും അതുപോലെ കുഞ്ചിരോമങ്ങളും വലിപ്പമൊക്കെ ചേർന്നതായ നല്ല ശ്രേഷ്ഠനായിട്ടുള്ള ഒരു കുതിരയാണ് പിന്നെ സമുദ്രത്തിൽ നിന്നും ഈ കടഞ്ഞപ്പോൾ ഉണ്ടായി വന്നത്. മാത്രമല്ല അതിനുശേഷം കൗസ്തുഭം മണിരത്നം ച, കൗസ്തുഭം എന്നു പേരുള്ള ശ്രേഷ്ഠമായിട്ടുള്ള ഒരു രത്നവും കടലിൽ നിന്ന് കിട്ടി. ഇവരിങ്ങനെ കടഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ, അപ്പോഴാണ് ഓരോന്നോരോന്നായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവസാനം എന്താണ് കിട്ടിയത്? ഉദതിഷ്ഠത് നരശ്രേഷ്ഠ തഥൈവ അമൃതം ഉത്തമം. തഥൈവ ഉത്തമം അമൃതം ഉദതിഷ്ഠത്. അല്ലയോ നരശ്രേഷ്ഠ, അതിനുശേഷം ഇങ്ങനെ ഓരോന്ന് വരണ കൂട്ടത്തില് എന്തുകൂടി വന്നു? ഉത്തമം അമൃതം. ആ പാലാഴിയുടെ സത്തായിട്ടുള്ള രസമായിട്ടുള്ള അമൃതും ഇതുപോലെ തന്നെ പൊന്തി വന്നു. അതാണല്ലോ ഇവർക്ക് ആവശ്യമുണ്ടായിരുന്നത്. അങ്ങനെ ജരാനരകളും വാർദ്ധക്യമൊക്കെ ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ടാണല്ലോ ദേവന്മാരും ദൈത്യന്മാരും കടയാൻ തുടങ്ങിയത്. അങ്ങനെ ധന്വന്തരമൂർത്തിയായിട്ടുള്ള ഭഗവാൻ അമൃത കലശവുമായിട്ട് മുകളിലേക്ക് വന്നു എന്നർത്ഥം. മറ്റു പാഠങ്ങളിലൊക്കെ ഈ ഉച്ചൈശ്രവസിനെ ആരാണ് എടുത്തത്, കൗസ്തുഭം ആർക്കാണ് കൊടുത്തത് തുടങ്ങിയിട്ടുള്ള, അതുപോലെ തന്നെ ലക്ഷ്മി ദേവി വന്ന കഥയൊക്കെ പറയുന്നുണ്ട്. ഈ സർഗത്തിൽ അതൊന്നും കാണാനില്ല. നമുക്കറിയാം ഉച്ചൈശ്രവസിനെ ഇന്ദ്രൻ എടുത്തു. കൗസ്തുഭം എന്നു പേരുള്ള മണിരത്നത്തിനെ സ്വീകരിച്ചത് ഭഗവാൻ മഹാവിഷ്ണുവാണ്. അതിനുശേഷമാണ് അമൃത് പൊന്തി വന്നത്.
എന്നിട്ട് എന്താ ഉണ്ടായത്? 40-ാമത്തെ ശ്ലോകം നോക്കാം. അഥ തസ്യ കൃതേ രാമ മഹാനാസീത് കുലക്ഷയ അതിതേസ്തു തതഃ പുത്ര ദിതിപുത്രാനയോധയൻ. അഥ അനന്തരം തസ്യ കൃതേ തസ്യ അമൃതസ്യ കൃതേ ആ അമൃതത്തിനു വേണ്ടിയിട്ട് മഹാൻ കുലക്ഷയ ആസീത് വളരെ കഠിനമായിട്ടുള്ള വംശനാശ യുദ്ധം ഉണ്ടായി. ശരിക്കും അങ്ങനെ വംശനാശമോ മരണമോ ഒക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അമൃത് കിട്ടണമെന്ന് വിചാരിച്ച് പുറപ്പെട്ടത്. പക്ഷേ അമൃത് വന്നതോട് കൂടിയിട്ട് ഇവർ തമ്മിൽ തല്ലൂടാൻ തുടങ്ങി, ദേവന്മാരും അസുരന്മാരും കൂടിയിട്ട്. അതിഥേഹേ പുത്രാഹ തതഹ അതിനുശേഷം അതിഥിയുടെ പുത്രന്മാരായിട്ടുള്ള ദേവന്മാര് ദിതിയുടെ പുത്രന്മാരെ അയോധയൻ എന്ന് പറഞ്ഞാൽ അവരോട് യുദ്ധം ചെയ്തു. അങ്ങനെ മഹാൻ കുലക്ഷയ ആസീത് വളരെ കഠിനമായിട്ടുള്ള യുദ്ധവുമുണ്ടായി, കുറേ പേര് മരിച്ചുപോയി. അതുകൊണ്ട് തന്നെ വംശനാശങ്ങളൊക്കെ അവരുടെ ഇടയിൽ സംഭവിച്ചു എന്നർത്ഥം. ബാക്കി കഥകൾ അടുത്ത ദിവസം നോക്കാം. ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലാം. വരുണസ്യ തതഃ കന്യാ വാരുണീ രഘുനന്ദന ഉത്പപാത മഹാഭാഗ മാർഗമാണ പരിഗ്രഹം ദിതേഃ പുത്രാനതാം രാമ ജഗൃഹുർവരുണാത്മജാം അതിതേസ്തു സുതാ വീര ജഗൃഹുസ്താമനിന്ദിതാം അസുരാസ്തേന ദൈതേയാ സുരാസ്തേനാദിതേ സുതാഃ ഹൃഷ്ടാശ്ച പ്രമുദിതാശ്ചാസൻ വാരുണീഗ്രഹണാത്സുരാഃ ഉച്ചൈശ്രവാഹയ ശ്രേഷ്ഠോ മണിരത്നം ച കൗസ്തുഭം ഉദതിഷ്ഠന്നരശ്രേഷ്ഠ തഥൈവാമൃതമുത്തമം. അധ തസ്യ കൃതേ രാമ മഹാനാസീത് കുലക്ഷയ അതിതേസ്തു തതഃ പുത്ര ദിതിപുത്രാനയോധയൻ. ഈ കഥയൊക്കെ വായിക്കുമ്പോൾ അതിഥിയുടെ പുത്രന്മാരാണ് കുറച്ചുകൂടി ക്രൂരന്മാരും അതുപോലെ ആക്രമണോത്സുകർ ഒക്കെ ആയിട്ട് കാണപ്പെടുന്നത്. പക്ഷേ മറ്റു കഥകളെ ഭാഗവതത്തിലൊക്കെ കഥയൊക്കെ വായിക്കുമ്പോൾ ഈ ദിതിയുടെ പുത്രന്മാരായിട്ടുള്ള ദൈത്യന്മാരും ധനുവിൻ്റെ പുത്രന്മാരായിട്ടുള്ള ദാനവന്മാരും ഒക്കെ തന്നെയാണ് ക്രൂരന്മാർ. അവരിടയ്ക്കിടയ്ക്ക് ദേവന്മാരെ ആക്രമിക്കുന്നതായിട്ടൊക്കെ കാണാറുണ്ട്. നമുക്ക് ബാക്കി കഥകൾ അടുത്ത ദിവസം നോക്കാം. സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.